ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഇൻ സി പ്രോഗ്രാമിംഗ് ആണ്. സോ എന്താണ് സ്ട്രക്ചർ? നമ്മൾ സ്ട്രക്ചർ പൊതുവേ സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് സിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. സോ സ്ട്രക്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് റിലേറ്റഡ് മെമ്പേഴ്സ് ഓർ വേരിയബിൾസ് ആണ്. അതായത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അതായത് ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു പ്ലെയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് എനിക്കൊരു പെർട്ടിക്കുലർ പ്ലെയറിൻ്റെ പ്ലെയർ 1 എന്ന് പറയുമ്പോൾ ആ പ്ലെയർ 1ൻ്റെ നെയിമും ആ പ്ലെയർ 1ൻ്റെ സ്കോർ കാർഡും എനിക്ക് പ്രിൻറ്റ് ചെയ്ത് വരണം. ഇപ്പോൾ സാധാരണ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പ്ലെയേഴ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഒരു പെർട്ടിക്കുലർ സിംഗിൾ വേരിയബിളിൽ തന്നെ ഈ 2 ഡാറ്റയും സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ സ്ട്രക്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് പ്ലെയർ ആണ്. ആൻഡ് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ. നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നെയിം ഓഫ് സ്റ്റോർ ചെയ്യാൻ പോകുന്ന നെയിമിന് വേണ്ടി ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോർ ഇൻറ്റീജർ ആയതുകൊണ്ട് ഇൻ്റെ സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി സ്ട്രക്ചർ എപ്പോഴും ഓൾവേസ് എൻഡ് വിത്ത് സെമിക്കോളൻ ആയിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. സ്ട്രക്ട് കീവേഡ് യൂസ് ചെയ്യുന്നു, സ്ട്രക്റ്റിൻ്റെ നെയിം ആൻഡ് എത്ര ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ സിംഗിൾ വേരിയബിളിൽ തന്നെ എനിക്ക് ഇത്രയും ടൈപ്പ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കോർ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി എനിക്കിവിടെ അലോക്കേറ്റ് ആവുന്നുണ്ട്. ഇനി ഞാൻ ഡിഫറെൻറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ വേരിയബിൾസിനെല്ലാം ഈ മെമ്മറി ബ്ലോക്സ് അലോക്കേറ്റ് ആയിട്ട് വരും. സോ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ വേരിയബിൾ നെയിം ഇനി മുതൽ. ഇപ്പോൾ സ്ട്രക്ട് പ്ലെയർ, സോ ദിസ് ഈസ് ദ വേരിയബിൾ സ്ട്രക്ട് പ്ലെയർ 1. ഓക്കെ, സോ ഇപ്പോൾ പ്ലെയർ 1 എന്ന് പറയുന്ന ഒരു മെമ്മറി അലോക്കേറ്റ് ആവുന്നു. സ്ട്രക്ട് പ്ലെയർ 2 എന്ന് പറഞ്ഞൊരു മെമ്മറി ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. ഈ മെമ്മറിയിലെല്ലാം ഈ ഡിഫറെൻറ്റ് മെമ്മറി ബ്ലോക്കിലെല്ലാം സെയിം ഡാറ്റാസാണ് സ്റ്റോർ ചെയ്യുന്നത്. സെയിം ഡാറ്റ പറ്റത്ത് ക്യാരക്ടറും നെയിമും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി സ്ട്രക്ട് പ്ലെയർ 2 പ്ലെയർ 3. ഓക്കെ, സോ നമ്മളിവിടെ 3 വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഇനി 3 വേരിയബിളിലോട്ടും നമ്മൾ ഡാറ്റാസ് അസൈൻ ചെയ്യുകയാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രിങ് ആയതുകൊണ്ട് ഞാനിവിടെ strcpy ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അസൈൻ ചെയ്യുന്നത്. ആൻഡ് ഇത് അസൈൻ ആവുന്നത് എവിടെയാണ്? പ്ലെയർ 1ലെ നെയിമിൽ. സോ പ്ലെയർ 1 നെയിം കോമ ഇതിനകത്ത് നെയിം കൊടുക്കുന്നു. റൊണാൾഡോ ആണെങ്കിൽ റൊണാൾഡോ എന്ന് കൊടുക്കുന്നു, എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്ക് സ്കോർ കൊടുക്കണം. സോ നമ്മൾ എന്ത് കൊടുക്കണം? സ്കോർ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ സ്കോർ ഡോട്ട് പ്ലെയർ 1 ഡോട്ട് സ്കോർ ഇസ് ഈക്വൽ ടു സ്കോർ എത്രയാണോ സ്കോർ അസൈൻ ചെയ്യുന്നു. ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ മറ്റേ രണ്ട് വേരിയബിൾസിന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. സോ ജസ്റ്റ് കോപ്പി ചെയ്തു. ഇവിടെ പ്ലെയർ 1ന് പകരം എന്ത് കൊടുക്കണം? പ്ലെയർ 2. it can be any name like okay, സ്കോറും മാറ്റാം. ഇവിടെ പ്ലെയർ 1ന് പകരം പ്ലെയർ 2, സെയിം കോഡ്. ഇവിടെ പ്ലെയർ 2ന് പകരം എന്ത് കൊടുക്കണം? പ്ലെയർ 3, റൈറ്റ്? 1 സെക്കൻഡ്. പ്ലെയർ 3, ഇവിടെയും പ്ലെയർ 3. ഓക്കെ, ഇനി ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരിക? മീൻസ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഔട്ട്പുട്ട്? ഇത് പ്രിൻ്റ് ചെയ്യുമ്പം ഇപ്പം എനിക്ക് ഏതൊക്കെ പ്രിൻ്റ് ചെയ്യണം? ഈ 3 പ്ലെയേഴ്സിൻ്റെ നെയിമും അവരുടെ സ്കോറും പ്രിൻ്റ് ചെയ്യണം അല്ലേ? അപ്പം ഇപ്പം ഞാൻ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലെയറിൻ്റെ നെയിമാണ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ %s കോമ ഫസ്റ്റ് പ്ലെയറിൻ്റെ നെയിം നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുക? പ്ലെയർ 1 ഡോട്ട് നെയിം, റൈറ്റ്? പ്ലെയർ 1 ഡോട്ട് നെയിം സെമിക്കോളൻ. ഇനി ആ പ്ലെയറിൻ്റെ സ്കോർ കാർഡ് എങ്ങനെ കിട്ടുക?
player printf st comma player 1 dot score, right? ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പ്ലെയേഴ്സിനെയും പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇവിടെ എന്ത് ചേഞ്ചസ് വരുത്തണ്ടേ? ദ പ്ലെയർ 2, ദ പ്ലെയർ 2, ദ പ്ലെയർ 3. ഓക്കെ, നമ്മളിത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു സിംഗിൾ നെയിമിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഡാറ്റ ടൈപ്സ് വെച്ചിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആ വേരിയബിൾ മെമ്മറി ലൈക്ക് ആ വേരിയബിളിൻ്റെ ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യും, നമുക്കതിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സിംഗിൾ നെയിമിൽ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്ത് ഡിഫറെൻറ്റ് ബ്ലോക്ക് ഓഫ് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാണ് സ്ട്രക്ചറിൽ ചെയ്യുന്നത്.